നമസ്കാരം. 24-ന്റെ ജനകീയ വാർത്താ നിരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനകീയ പ്രശ്നങ്ങളിൽ 24-ന്റെ വാർത്താ ഇടപെടൽ തുടരുമെന്ന ഉറപ്പോടെ നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഒരു ഓണക്കാലം കൂടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സമയത്താണ് നമ്മൾ വിലക്കുറവൊക്കെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? നമ്മൾ ഇന്ന് അത്തമാണ്, ഇന്നേക്ക് 10ാം നാൾ തിരുവോണമാണ്. അപ്പോൾ ഓണം കെങ്കേമമാക്കാൻ സർക്കാരും പരമാവധി ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നടത്തുന്നുണ്ട്. ഓണക്കാലത്ത് ആശ്വാസമായി സംസ്ഥാനത്ത് വീണ്ടും വെളിച്ചെണ്ണ വില കുറഞ്ഞു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. സപ്ലൈകോ വഴി 445 രൂപയ്ക്ക് നൽകിയിരുന്ന കേര വെളിച്ചെണ്ണയുടെ വില 429 രൂപയായി കുറച്ചു. 349 രൂപ ഉണ്ടായിരുന്ന ശബരി വെളിച്ചെണ്ണ 339 രൂപയ്ക്കും ലഭിക്കും. ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ ഓണക്കാലത്ത് വെളിച്ചെണ്ണ വിലയിലുണ്ടായ വലിയ വർധനവ് സാധാരണക്കാരെ സാരമായി ബാധിച്ചു. ഒരു മാസം മുമ്പ് 500 കടന്ന വെളിച്ചെണ്ണ വിലയിലാണ് ഇപ്പോൾ ഇടിവുണ്ടായിരിക്കുന്നത്. ഓണക്കാലത്ത് ആശ്വാസമായി സിവിൽ സപ്ലൈസ് വഴി വിതരണം ചെയ്യുന്ന കേര, ശബരി വെളിച്ചെണ്ണയുടെ വില കുറച്ചാണ് സർക്കാർ ഇതിന് പരിഹാരം കണ്ടത്. കേരളത്തിൽ പ്രധാനമായും കൊപ്ര എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. വെളിച്ചെണ്ണ വിൽപ്പന കുറഞ്ഞതും വൻകിട കമ്പനികൾ നേരിട്ടുള്ള വിപണി വാങ്ങലിൽ നിന്ന് വിട്ടുനിന്നതും തമിഴ്നാട് വിപണിയിൽ കൊപ്രവില ഒറ്റയടിക്ക് കുറയാൻ കാരണമായി. 55 മുതൽ 60 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. പച്ചത്തേങ്ങയുടെ വിലയിലും മാറ്റമുണ്ടായി. കിലോയ്ക്ക് 80 രൂപ വരെ എത്തിയ ചില്ലറ വിൽപ്പന വില 57 രൂപ വരെ താഴ്ന്നു. കൂടാതെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപാദനം കൂടിയതും വില കുറയാൻ കാരണമായി. സപ്ലൈകോയിൽ ലിറ്ററിന് 339 രൂപയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാണ്. സബ്സിഡിയേതര വെളിച്ചെണ്ണ 389 രൂപയ്ക്കും ലഭിക്കും. നേരത്തെ ശബരി വെളിച്ചെണ്ണയുടെ വില സബ്സിഡി നിരക്കിൽ 349 രൂപയും സബ്സിഡിയിതര നിരക്കിൽ 429 രൂപയുമായിരുന്നു. എന്നാൽ ശബരി വെളിച്ചെണ്ണയുടെ വില 349 നിന്ന് 329 കുറച്ചു. 445 രൂപയ്ക്ക് വിറ്റിരുന്ന കേര വെളിച്ചെണ്ണ ഇന്നു മുതൽ 429 രൂപയ്ക്ക് ലഭിക്കും. കേരഫെഡിൻ്റെ വെളിച്ചെണ്ണ കൊടുത്തിരുന്ന സപ്ലൈകോ കടയിൽ 445 രൂപ ഉണ്ടായിരുന്നതിന് 429 രൂപയിലേക്ക് വില താഴ്ത്തുകയുണ്ടായി. മറ്റു വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ 349 രൂപ ഉണ്ടായിരുന്നത് 339 രൂപയായി കുറച്ചു ശബരി വെളിച്ചെണ്ണ. അത് ജനങ്ങൾക്ക് കുറെ ആശ്വാസം പകരാൻ വേണ്ടിയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് സർക്കാരിന്റെ ഓണച്ചന്തകൾ ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഓണക്കാലത്ത് 300 കോടിയുടെ വിറ്റുവരവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഓണക്കാലം എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഓണവിപണിയിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ കച്ചവടം നടക്കുമെന്ന ഒരു ധാരണയൊക്കെ കച്ചവടക്കാർക്കൊക്കെ ഉണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും പ്രതിസന്ധിയിലാകുന്ന ഒരു വിഭാഗക്കാരുണ്ട്, അത് കർഷകരാണ്. അവർ പ്രതീക്ഷിക്കുന്ന വില മാർക്കറ്റിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും. ഇത് അത്തരത്തിലൊരു വിവരത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് നിരവധി കർഷകർ കൃഷി ഇറക്കിയിട്ടുണ്ട്. എന്നാൽ വിലയിടിവിൽ നട്ടം തിരിയുകയാണ് ഇടുക്കിയിലെ ഏത്തവാഴ കർഷകർ. ഏത്തവാഴ കൃഷി ഇത്തവണ അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ഫലം എന്നും അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഓണക്കാലം അടുത്തിട്ടും ഏത്തക്കായ്ക്ക് 45 രൂപയിൽ താഴെയാണ് ഇപ്പോൾ വില. കിലോയ്ക്ക് 55 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ നഷ്ടം ഒഴിവാക്കാനാകൂ എന്നാണ് ഈ കർഷകർ പറയുന്നത്. ഓണം വിപണി ലക്ഷ്യം വെച്ചിറക്കിയ ഏത്തവാഴ കൃഷിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ മെച്ചപ്പെട്ട വില ലഭിക്കാത്തതാണ് ഇപ്പോൾ തിരിച്ചടിയാകുന്നത്. കാലവർഷത്തിലെ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായി വാഴകൃഷി നശിച്ചെങ്കിലും ബാക്കി വന്ന ഏത്തക്കുലകളുടെ വിളവെടുപ്പ് തുടങ്ങി. നിലവിലെ വില വെച്ച് ഉൽപാദന ചെലവ് പോലും ലഭിക്കുന്നില്ല. 38 മുതൽ 45 രൂപയിൽ താഴെ വരെ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വില. 55 രൂപയെങ്കിലും കിലോയ്ക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നഷ്ടം ഒഴിവാക്കാനാകൂ എന്നാണ് കർഷകർ പറയുന്നത്. നിലവിലിപ്പോൾ വില കുറവാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറവാണ്. ഇപ്പോൾ അത് 40 രൂപ, 42 രൂപ, 45 രൂപയിലാണ് ഇപ്പം കർഷകരോട് ഇവരെടുക്കുന്നത്. മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് അവർ വിൽക്കുന്നുമുണ്ട്. നമുക്കൊരു 50-55 രൂപ കിട്ടിയാൽ മുതലാവും. ഇപ്പോൾ നമുക്ക് 10,000 വാഴയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 150 വാഴ ഇതിനകത്ത് പോകും, കേടായിട്ടും ഒടിഞ്ഞും. ചിലവെല്ലാം കൂടെ കൂട്ടി നമുക്ക് 1000 വാഴ പരിപാലിക്കണ ഒരു 3 ലക്ഷം രൂപ
കൃഷി ആകുമ്പോൾ നമുക്ക് മടക്ക് വരും. മുൻ വർഷങ്ങളിൽ ശരാശരി 15 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന കുല ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ 10 കിലോയോളം മാത്രമാണ് തൂക്കമുള്ളത്. ഒരു കുല വെട്ടി വിറ്റാൽ കർഷകന് 400 രൂപ പോലും ലഭിക്കാത്ത സാഹചര്യം. വിത്ത് വെക്കുന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാമമാത്രമായ തുക മാത്രമാണ് കർഷകന് ലഭിക്കുക. ന്യായവില ലഭിക്കുന്നതിനും കടക്കണിയിലേക്ക് കൂപ്പുകുത്തുന്ന കർഷകരെ പിടിച്ചു നിർത്തുന്നതിനും സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നാണ് ഇപ്പോഴുയരുന്ന ആവശ്യം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ചയാണ് ആകെ പ്രതീക്ഷയുള്ളത്. ഈ സമയത്തെങ്കിലും വില ഉയരുമോ എന്നാണ് അവർ ഉറ്റുനോക്കുന്നത്. എന്തായാലും വിപണി ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് ഓണവിപണികളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ ആര്യനാട് നിന്നും ഒരു വാർത്ത മേഘന അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വലിയ പ്രതിഷേധം അവിടുത്തെ പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അവിടെ ഇപ്പോൾ ഡിവൈഎസ്പി, കാട്ടാക്കട ഡിവൈഎസ്പി ആ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേതാക്കളുമായി സംസാരിക്കും എന്നാണ് അറിയുന്നത്. പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. അവർ ഇപ്പോൾ ഒരു മാർച്ചിന്, മൃതദേഹവുമായി ഒരു മാർച്ചിന്, ആര്യനാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ചിന് പദ്ധതിയിടുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ അവിടുന്ന് മേഘന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കോഴിക്കോട് വില്യാപ്പള്ളിയിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ ഇതുവരെയായും തുറന്നു കൊടുത്തിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് 5 വർഷമായ കെട്ടിടമാണ് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. കെട്ടിടം ഉടൻ തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വടകരയിലും വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് താമസിക്കാൻ വേണ്ടിയാണ് മനോഹരമായ ഈ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഈ ഹോസ്റ്റൽ ഇങ്ങനെ വെറുതെ കിടന്ന് നശിക്കുകയാണ്. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലത്ത് മയ്യന്നൂർ അരക്കുളങ്ങരയിലാണ് 1.25 കോടിയോളം രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്ത് വനിതാ ഹോസ്റ്റൽ നിർമ്മിച്ചത്. 2020 ഉദ്ഘാടനത്തിന് പിറകെ കെട്ടിടം പൂട്ടി. ഇടയ്ക്കൊന്ന് തുറന്നത് കോവിഡ് കാലത്താണ്. പിന്നീട് ഇതായി അവസ്ഥ. ഉദ്ഘാടന സമയത്തും കോവിഡ് കാലത്തും കൊണ്ടുവന്ന കട്ടിലുകളും ബെഡുകളും തലയിണകളുമൊക്കെ വിവിധയിടങ്ങളിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. കെട്ടിടത്തോടൊപ്പം ഇവയും നശിച്ചുകൊണ്ടിരിക്കുന്നു. ടൈൽ പാകിയ മനോഹരമായ മുറ്റം ഇവിടം കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കെട്ടിടം നിർമ്മിച്ചതാണ് തിരിച്ചടിയായതെന്ന് ആക്ഷേപമുണ്ട്. പ്രദേശത്ത് ഒരുപാട് സാധാരണക്കാരായ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്. കോഴിക്കോട് നമുക്കറിയാം, വടകര താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, വടകര താലൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസുകളുണ്ട്, സിവിൽ സ്റ്റേഷനുണ്ട്, കോടതികളുണ്ട്. ആ പ്രദേശത്തുള്ള ഒരുപാട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, കോളേജുകൾ, എയ്ഡഡ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അവിടെയുള്ള പാവപ്പെട്ട വനിതകൾക്ക് വളരെ തുച്ഛമായ രീതിയിൽ പണം ചെലവഴിച്ച് താമസിക്കാനുള്ള ഒരു സൗകര്യം എന്ന രീതിയിലാണ് ആ ഭരണസമിതി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ പദ്ധതി തുറന്നു കൊടുക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് വലിയ അനാസ്ഥ തന്നെയാണ്. ജനവാസമില്ലാത്ത സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് എന്നും പരാതി ഉയരുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാർക്ക് തന്നെ അത് വലിയ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലഹരി മയക്കുമരുന്ന് മാഫിയ ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദ്രോഹികളുടെ വിളയാട്ടമായി ഈ കെട്ടിടവും ഭൂമിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടുത്തെ ഫർണിച്ചറുകൾ, അതേപോലെ തന്നെ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ തുരുമ്പിടിക്കുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റി പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തീർക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പാറശ്ശേരി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ ശിലാഫലകം ഒരു മൂലയിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതാനും പ്രവൃത്തികൾ ശേഷിക്കുന്നുണ്ടെന്നും അതിനാലാണ് ഹോസ്റ്റൽ തുറക്കാൻ വൈകുന്നത് എന്നുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിശദീകരണം. 5 വർഷമായിട്ടും തീരാത്ത എന്ത് നിർമ്മാണമാണ് ശേഷിക്കുന്നത് എന്ന് പ്രതിപക്ഷവും നാട്ടുകാരും ചോദിക്കുന്നു. ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് വില്യാപ്പള്ളിയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ.
അത്രയും മനോഹരമായി പണിതിരിക്കുന്നൊരു കെട്ടിടമാണ്. അത് കണ്ടാൽ മനസ്സിലാവും. വളരെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുതിയും വെള്ളവും എല്ലാം എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ 5 വർഷമായിട്ടും ഇതേ അവസ്ഥയാണെന്ന് പറയുമ്പോൾ അതാണ് ആർക്കും മനസ്സിലാകാത്തത്. എന്തായാലും 1.25 കോടിയോളം രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്താണ് ഈ വനിതാ ഹോസ്റ്റൽ അവിടെ നിർമ്മിച്ചത്. ഉദ്ഘാടന ശേഷം കെട്ടിടം തുറന്നു നൽകാത്തതിനാലാണ് ഇപ്പോൾ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി അത് മാറുകയും ചെയ്തിരിക്കുന്നതെന്നാണ് പരാതി. കെട്ടിടം എത്രയും വേഗം തുറന്നു നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇനിയുമുണ്ട് ചില പ്രതികരണങ്ങൾ, അതിലേക്കാണ്. വലിയ ആഘോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത ഒരു കെട്ടിടമാണിത്. അപ്പോൾ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തൊക്കെയോ ഇവിടെ വരുന്നുണ്ട് എന്നും ഒരുപാട് ആളുകൾക്ക് ഇതിലൂടെ വരികയും അതേപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. വടകരയിലും അതേപോലെ തന്നെ വില്യാപ്പള്ളിയിലൊക്കെ പലതരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക് ഹോസ്റ്റൽ എന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഇതുവരെ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു, ഇതുവരെയും ഈ കെട്ടിടത്തിൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം തുറന്ന് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. പൂർണ്ണമായും നാശത്തിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ഫർണിച്ചറുകളായാലും ജനലുകളായാലും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കാട് പിടിച്ചിരിക്കുകയാണ്. തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർക്ക് വലിയൊരു ആശ്രയമാകേണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേങ്കിൽ ഒരു ദുരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്കുള്ള പോഷകാഹാര വിതരണം മുടങ്ങിയിട്ട് 1 മാസക്കാലമായി. പോഷകാഹാര വിതരണത്തിന്റെ ചുമതലയുള്ള മിൽമയ്ക്ക് പണം നൽകാത്തതാണ് ഈ വിതരണം മുടങ്ങാൻ കാരണം. ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്തതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇവിടെ 5 ഡോക്ടേഴ്സ് വേണ്ട സ്ഥാനത്ത് ഒരാൾ മാത്രമാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുള്ളത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. താറുമാറായി കിടന്നിരുന്ന വൈദ്യുത ബന്ധം അടുത്തിടെയാണ് പുനഃസ്ഥാപിച്ചത്. ഇപ്പോഴിതാ പോഷകാഹാരം പൂർണ്ണമായി മുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. 1 മാസത്തോളമായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ പോഷകാഹാര വിതരണം മുടങ്ങിയിട്ട്. മിൽമയ്ക്കായിരുന്നു പോഷകാഹാരത്തിന്റെ വിതരണ ചുമതല. 2024 ഓഗസ്റ്റ് മുതൽ 2025 ജൂലൈ വരെയുള്ള പണം കുടിശ്ശിക ആയതോടെ മിൽമ പാലും മുട്ടയും വിതരണം ചെയ്യുന്നത് നിർത്തിവച്ചു. 7,57,000-ലധികം രൂപയാണ് മിൽമയ്ക്ക് ആകെ കൊടുക്കാനുള്ളത്. ഇതോടെ പോഷകാഹാര പദ്ധതിയെ ആശ്രയിച്ചിരുന്ന 100-ലധികം രോഗികൾ ബുദ്ധിമുട്ടിലായി. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 1 വർഷക്കാലമായി രോഗികൾക്ക് കൊടുക്കേണ്ടുന്ന പോഷകാഹാരത്തിൽ മിൽമക്ക് കൊടുക്കേണ്ട പാലിൻ്റെ പണം 1,57,498 രൂപ കുടിശ്ശികയാണ്. മിൽമ പല ഘട്ടത്തിലായി ഇവർക്ക് നോട്ടീസ് കൊടുത്തു. സൂപ്രണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ ചെയർമാനെ ബന്ധപ്പെട്ടു. കടുത്ത അനാസ്ഥയാണ് ഇവരിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരുന്നത്. പോഷകാഹാര വിതരണം മാത്രമല്ല ആശുപത്രിയിലെത്തുന്ന രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടത്തിന് സൗകര്യമുള്ള ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ അതും മുടങ്ങി. 5 ഡോക്ടർമാർ വേണ്ട വകുപ്പിൽ ആകെയുള്ളത് ഒരാൾ മാത്രമാണ്. ഡോക്ടർമാരുടെ ക്ഷാമം ചൂണ്ടിക്കാട്ടി പ്രതിഷേധങ്ങളുണ്ടായിട്ടും അത് പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ജനറൽ ആശുപത്രിയെ അവഗണിക്കുന്നത് ചൂണ്ടിക്കാട്ടി യുവജന സംഘടനകൾ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല. ആശുപത്രിയെ അവഗണിക്കുന്നതിന് പിന്നിൽ മംഗലാപുരത്തുള്ള സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള നീക്കമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാത്തത് ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. അതിനിടയ്ക്കാണ് ആശുപത്രി നടത്തിപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണിക്കുന്ന അലംഭാവവും. രോഗികളാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. സൗകര്യമില്ലായ്മ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ജനറൽ ആശുപത്രി എന്ന് പറയാതെ വയ്യ. സംസ്ഥാനത്ത് 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടത്തിന് സൗകര്യമുള്ള ഒരേയൊരു സർക്കാർ ആശുപത്രി എന്ന വിശേഷണമൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മുടങ്ങിയ മട്ടാണ്. കാരണം ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്തതാണ് വലിയ പ്രതിസന്ധിയാകുന്നത്. അത് 24 തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും അവിടെ ഡോക്ടേഴ്സ് ആവശ്യത്തിന് ഇല്ല എന്നുള്ള കാര്യമാണ് രോഗികളും സൂചിപ്പിക്കുന്നത്. നോക്കാം ചില പ്രതികരണങ്ങൾ. കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ മേൽനോട്ടം വഹിക്കുന്നത് കാസർഗോഡ് നഗരസഭയാണ്. ആ നഗരസഭ ഒരു ഇടപെടലും ആ ജനറൽ ആശുപത്രി നന്നാക്കാനോ അതിൻ്റെ ഇടപെടൽ നടത്താത്ത ഒരു നഗരസഭയായി കാസർഗോഡ് നഗരസഭ മാറുന്ന സ്ഥിതിയാണുള്ളത്. അവിടുത്തെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇടപെടലും നടത്താത്തൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ്
കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് രോഗികൾക്ക് ലഭിക്കേണ്ട പാൽ വിതരണം മിൽമയ്ക്ക് 7 ലക്ഷത്തിലധികം രൂപയുടെ കുടിശ്ശിക വെച്ചുകൊണ്ട് ಪಾಲ್ ವಿತರಣಂ ತಡಸಪಡುವ ഒരു നിലയിലേക്ക് മാറിയിട്ടുള്ളത്. ಅಲ್ಲಿ ನೀವು ನೋಡಿರ್ಬೋದು, ಅಲ್ಲಿ ಜನರೇಟರ್ನ ವಿಷಯ ಆಗಿರ್ಬೋದು, ಮತ್ತೊಂದು ಕೆಲವೊಂದು ವಿಷಯಗಳಾಗಿರ್ಬೋದು, ಯಾವುದೇ ರೀತಿಯಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಕೆಲಸ ಅಲ್ಲಿ ಆಗುವುದಿಲ್ಲ. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ച കേസിൽ ഒമേഗ ബസിന്റെ പെർമിറ്റ് 3 മാസത്തേക്ക് റദ്ദാക്കി. ജൂലൈ 19 വൈകിട്ടുണ്ടായ അപകടത്തിൽ മരുതോങ്കര സ്വദേശി അബ്ദുൾ ജവാദിനാണ് ജീവൻ നഷ്ടമായത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥില, വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. ഇതിൽ ഇപ്പോൾ ഒരു നടപടി ഉണ്ടാകുന്നു. ഈ ബസിന്റെ ഈ അപകടത്തിന് കാരണമായ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായ ഒരു സംഭവമായിരുന്നു ഈ ബസ് അപകടം. ആ ബസിന്റെ പെർമിറ്റാണ് ഇപ്പോൾ 3 മാസത്തേക്ക് റദ്ദാക്കിക്കൊണ്ടുള്ള കലക്ടറുടെ ഒരു ഉത്തരവ് വന്നത്. കലക്ടറേറ്റിൽ ഇന്ന് ചേർന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിട്ടത്. ഈ ഒരു അപകടമുണ്ടായത് ജൂലൈ 19 വൈകുന്നേരമായിരുന്നു. അബ്ദുൾ ജവാദ് 19 വയസ്സുകാരനാണ്. അബ്ദുൾ ജവാദിനായിരുന്നു അന്ന് ഈ ഒരു അപകടത്തിൽ. അബ്ദുൾ ജവാദ് സ്കൂട്ടർ യാത്രികനായിരുന്നു. സ്കൂട്ടർ യാത്രികനായ അബ്ദുൾ ജവാദിനെ ഈ ഒമേഗ ബസ് ഇടിക്കുകയായിരുന്നു. വലിയ രീതിയിൽ ആഴ്ചകളോളം നീണ്ട ഒരു പ്രതിഷേധമായിരുന്നു ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ബസിന്റെ പെർമിറ്റാണ് ഇപ്പോൾ 3 മാസത്തേക്ക് റദ്ദ് ചെയ്യാൻ വേണ്ടി കലക്ടർ ഉത്തരവിട്ടിട്ടുള്ളത്. ഇതിന് പിന്നാലെ തന്നെ ഈ ബസ് അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രജിൻ, ശരി. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. വെൽക്കം ബാക്ക്. ഇപ്പോൾ മലപ്പുറത്ത് നിന്നൊരു വാർത്ത വരുന്നു. മലപ്പുറത്ത് വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയിട്ടുണ്ട്. 1965 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തത്. 765 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ നിർമ്മിച്ച തിരൂരങ്ങാടിയിലെ വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റ് അടപ്പിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ നാളികേരത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധന നടന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് മറ്റ് ചില ഉപയോഗങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അവിടുത്തെ ചില യുവാക്കൾ. അവരിപ്പോൾ എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. സംഭവം ഇതാണ്: ക്രിക്കറ്റ് ബാറ്റിനകത്ത് കഞ്ചാവ് കടത്ത്. 16 ക്രിക്കറ്റ് ബാറ്റുകൾക്ക് ഉള്ളിൽ കഞ്ചാവ് നിറച്ച് കടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. 15 കിലോ കഞ്ചാവാണ് ഇവർ ഈ രീതിയിൽ കടത്താൻ ശ്രമിച്ചത്. എന്നാലും യുവാക്കൾ ഇപ്പോൾ എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇന്നത്തേക്ക് ഇത്ര മാത്രം. നാളെ കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി ഇതേ സമയത്ത് കാണാം. ഇപ്പോൾ 24 റൗണ്ടപ്പുമായി സുഹൈൽ മുഹമ്മദ് ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.